നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനാ സീരീസിലെ ഭരണഘടനാ ഭേദഗതികൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് നിയമത്തിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് നമ്മുടെ ഈ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്, ആർക്കാണ് ഇത് ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ ഭരണഘടനയുടെ എല്ലാ ഭാഗവും ഭേദഗതി ചെയ്യാൻ സാധിക്കുമോ, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ്, ഇത് കൂടാതെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന 7 പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളും കൂടി നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് നോക്കാം. ഭരണഘടനയിൽ വരുത്തുന്ന ഏതൊരു മാറ്റത്തെയും നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രൊവിഷൻസ് ആഡ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കളയുന്നതായിരിക്കാം. അങ്ങനെ എന്ത് മാറ്റം വരുത്തിയാലും അതിനെ ഭരണഘടനാ ഭേദഗതി എന്നാണ് പറയുന്നത്. ഇനി ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിൽ തന്നെയാണ്. അതായത് ഭാഗം 20 ആർട്ടിക്കിൾ 368 അതായത് പാർട്ട് 20 ആർട്ടിക്കിൾ 368 ഇതിലാണ് ഭരണഘടനാ ഭേദഗതി, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭരണഘടന തുടങ്ങിയപ്പോൾ തന്നെ, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന രചിച്ചപ്പോൾ തന്നെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാമെന്നുള്ളൊരു പ്രൊവിഷനും കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്? അതായത് നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ നിയമവും മാറേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉള്ളത് കൊണ്ടാണ് ഭരണഘടന ഭേദഗതി ചെയ്യാമെന്ന് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രം പുരോഗമിക്കുന്നതനുസരിച്ച് രാഷ്ട്രത്തിലെ പൗരന്മാരായ നമ്മളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നിയമവും മാറേണ്ടതാണ്. അങ്ങനെ ഒരു നിയമം മാറ്റപ്പെടണമെങ്കിൽ ഭരണഘടനയിൽ തന്നെ അത് മാറ്റാമെന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ തന്നെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ തന്നെ ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താം എന്നുള്ളൊരു ഭാഗം കൂടി കൂട്ടിച്ചേർത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും ഇതിൻ്റെ ഭരണഘടന മാറ്റാനുള്ള അധികാരം കൊടുക്കുക? ഭരണഘടനാ നിർമ്മാണ സമിതിയെല്ലാം ഭരണഘടന വന്നതോടുകൂടി തന്നെ ഇല്ലാതായല്ലോ. അതിനായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി ചുമതലപ്പെടുത്തിയ ബോഡി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാമെന്നുള്ളൊരു അധികാരം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ലോക്സഭ, രാജ്യസഭ, ഇവരെല്ലാവരും കൂടി ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു അളവിൽ ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾക്ക് മാത്രം. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന്. നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഇതിൻ്റെ അധികാരമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, മാറി മാറി വരുന്ന സർക്കാരുകൾ വേണമെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ പല ഭേദഗതികളും വരുത്താൻ. അപ്പം അതിന് ഒരു നിയന്ത്രണം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ മാറ്റാൻ കുറച്ച് പ്രയാസപ്പെട്ടതും പക്ഷേ ചില കാര്യങ്ങൾ എളുപ്പത്തിൽ മാറ്റാവുന്നതുമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൈദർ ടു ഫ്ലെക്സിബിൾ നോർ ടു റിജിഡ് എന്നാണ് പറയുന്നത്. അതായത് ചില കാര്യങ്ങൾ മാറ്റാൻ എളുപ്പവുമാണ്, ചില കാര്യങ്ങൾ മാറ്റാൻ പ്രയാസമുള്ളതുമാണ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ പ്രൊസീജിയറിന് മുന്നേയും ആദ്യം നമ്മൾ ഒരു ബില്ല്, ഏതെങ്കിലും ഒരു അംഗം ഒരു ബില്ല് സഭയിൽ അവതരിപ്പിക്കേണ്ടതാണ്. അത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം, ലോക്സഭയിലോ അതുപോലെ തന്നെ രാജ്യസഭയിലോ ഏതെങ്കിലും ഒരു അമെൻമെൻറ്റിനായിട്ടുള്ള ബില്ല് ഏത് സഭയിലും അവതരിപ്പിക്കാം. അതിനുശേഷമാണ് അതിന്മേൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ചില കാര്യങ്ങൾക്ക് സിമ്പിൾ മെജോറിറ്റി മതി, അതായത് കേവല ഭൂരിപക്ഷം.
എന്ന് പറഞ്ഞാൽ സഭയിൽ സന്നിഹിതരായിട്ടുള്ളവരുടെ അംഗീകാരത്തോടെ 50%-ലധികം ഭൂരിപക്ഷം കിട്ടുവാണെങ്കിൽ ആ ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചതായി കരുതപ്പെടും. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പൗരത്വം, അതായത് സിറ്റിസൺഷിപ്പ്, പിന്നെ സംസ്ഥാനങ്ങളുടെ അതിർത്തി, അതുപോലെ പേരുകൾ, ഇതെല്ലാം മാറ്റാനായിട്ട് ഉള്ള ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റിയിൽ അത് പാസ്സായാൽ മതി. ഇനി ചില കാര്യങ്ങൾ ഇത്തിരി കൂടി ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് ഈ സിമ്പിൾ മെജോറിറ്റി കൂടാതെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ സ്പെഷ്യൽ മെജോറിറ്റി, അതായത് സവിശേഷ ഭൂരിപക്ഷം വേണ്ട കാര്യങ്ങളാണ്. സവിശേഷ ഭൂരിപക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സഭയിലെ ആകെ അംഗങ്ങളുടെ 50%-ലധികം ഭൂരിപക്ഷം കൂടാതെ സഭയിൽ സന്നിഹിതരായിട്ടുള്ളവരുടെ 2/3 മെജോറിറ്റിയും കൂടി കിട്ടണം. അതായത് 2/3 ഭൂരിപക്ഷവും കൂടി കിട്ടണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാകേണ്ടത്. ഇത് കൂടാതെ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സെൻട്രലിനും സ്റ്റേറ്റിനും ഏകദേശം ഈക്വലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന കാര്യങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റാൻ സ്പെഷ്യൽ മെജോറിറ്റി കൂടാതെ റാറ്റിഫിക്കേഷൻ ബൈ മോർ ദാൻ ഹാഫ് ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് സവിശേഷ ഭൂരിപക്ഷം കൂടാതെ സംസ്ഥാന നിയമസഭകളിലെ പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. എന്നാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റാൻ പറ്റുകയുള്ളൂ. അത് മെയിനായിട്ട് വരുന്നത് പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹൈക്കോർട്ടും സുപ്രീം കോർട്ടിൻ്റെയും ഭരണ സംവിധാനങ്ങളിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ 7th ഷെഡ്യൂളിലുള്ള കാര്യങ്ങൾ. പിന്നെ 7th ഷെഡ്യൂളിൽ നിങ്ങൾക്കറിയാമല്ലോ, അത് 3 തരം ബില്ലാണല്ലോ ഉള്ളത്, അതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST. പിന്നെ അതുകൂടാതെ ഭരണഘടനാ ഭേദഗതിയും ഇതും ഈ സ്പെഷ്യൽ മെജോറിറ്റി കൂടാതെ പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നത്. അതിനെല്ലാം പുറമെ 2 സഭകളിലും പാസ്സായതിനു ശേഷം പ്രസിഡൻറ്റും കൂടി അംഗീകരിച്ചാൽ മാത്രമേ ഒരു ഭരണഘടനാ ഭേദഗതി നിയമമായിട്ട് വരികയുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഭരണഘടന മൊത്തമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ്. ഭരണഘടനയിലെ ഏതൊക്കെ വ്യവസ്ഥകൾ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ പണ്ട് പ്രിയാമ്പിളിൻ്റെ കാര്യം പഠിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ് 1973 പറയുകയുണ്ടായി, ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് മാറ്റാം. അതായത് പ്രിയാമ്പിൾ ഉൾപ്പെടെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് മാറ്റാം. പക്ഷേ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അതായത് അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരാത്ത രീതിയിലുള്ള ഏതൊരു ഭരണഘടനാ ഭേദഗതിയും സാധ്യമാകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്താണ് ബേസിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാന ഘടനയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പല സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലൂടെ പല ജഡ്ജിമാരും പറഞ്ഞതാണ് ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ കൺട്രിയുടെ സോവർണിറ്റി, ഡെമോക്രസി, അതുപോലെ തന്നെ ഫെഡറലിസം, പിന്നെ സെപ്പറേഷൻ ഓഫ് പവർ, റൂൾ ഓഫ് ലോ, ഇതെല്ലാം ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും മാറ്റം വരുത്താതെ ഭരണഘടനയിൽ നമ്മൾക്ക് ഏത് ഭേദഗതികൾ വേണമെങ്കിലും വരുത്താവുന്നതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഭരണഘടനാ ഭേദഗതികളിലേക്ക് പോവാം. അതായത് PSC ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഭരണഘടനാ ഭേദഗതികളുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 7 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ് PSC ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുന്നേ പറഞ്ഞോട്ടെ, ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1951 ശ്രീ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ 1951 ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി വന്നത്. അന്ന് 9ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതായത് 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ നമ്മൾക്ക് 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായത്. അതിൽ 9th ഷെഡ്യൂൾ ആഡ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആർട്ടിക്കിൾ 19 അതിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെൻ്റ് എന്ന് പറയുന്നത് 106ാമത്തെ അമെൻമെൻ്റാണ്. അത് നിലവിൽ വന്നത് 2023 സെപ്റ്റംബറിലാണ്. അങ്ങനെ അവിടെ 3 ആർട്ടിക്കിൾസ് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അതായത് 330A, 332A ആൻഡ് 334A എന്നീ 3 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. അതായത് സ്ത്രീകൾക്ക് ലോക്സഭയിലും അതുപോലെ തന്നെ
സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കും ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും 1/3 സീറ്റ് സംവരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 448 ആർട്ടിക്കിൾസും 25 പാർട്സും 12 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. നമുക്കറിയാം നമ്മുടെ ഭരണഘടന തുടങ്ങിയപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ 395 ആർട്ടിക്കിൾസും അതുപോലെ 22 പാർട്സും 8 ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ അമെൻമെൻറ്റുകളെല്ലാം വരുത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ 448 ആർട്ടിക്കിൾസും 25 പാർട്സും 12 ഷെഡ്യൂളുമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് ഭരണഘടനാ ഭേദഗതിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഭേദഗതി ചെയ്യപ്പെട്ടത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ മുതൽ പല പാർട്ടുകളും ഇതിൽ ഭേദഗതി വരുത്തുകയുണ്ടായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ പ്രസിഡന്റ് ശ്രീ ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഇനി പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയൊക്കെ എടുത്തു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഭാരമുള്ളതെന്ന്. അതുകൊണ്ടാണ് ഇവിടെ പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും പേരെടുത്ത് പറയുന്നത്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി 1976 ഈ ഭരണഘടനാ ഭേദഗതിയിൽ ധാരാളം ഭേദഗതികൾ വരുത്തുന്നത് കൊണ്ട് ഇതിനെ തന്നെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതായത് അത്രയധികം മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് ഇതിനെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ 42ാം ഭേദഗതി 1976 അത് പ്രാബല്യത്തിൽ വന്നത് 1977. ഈ 42ാം ഭേദഗതികളിൽ വന്ന 10ഓളം ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ ധാരാളം ഭേദഗതികൾ ഈ 42ാം ഭേദഗതികളിലുണ്ട്. അപ്പോൾ പ്രിയാമ്പിളിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതായത് പ്രിയാമ്പിൾ ആകെ ഒരേ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതായത് പ്രിയാമ്പിളിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അന്ന് 3 വാക്കുകളാണ് പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തത്. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഈ 3 വാക്കുകൾ, അതായത് രാഷ്ട്രത്തിൻ്റെ സ്വഭാവം പറയുന്നവിടെ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ദ നേഷൻ എന്നുള്ള സെൻറ്റൻസ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന് കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി. അതാണ് പ്രിയാമ്പിളിൽ വന്ന മാറ്റം. ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതായത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത് എന്നുള്ളതാണ്. അതായത് പുതിയൊരു പാർട്ട് 4A എന്നൊരു പാർട്ട് നിലവിൽ വരികയും അതിൽ 51A എന്ന ആർട്ടിക്കിളിൻ്റെ കീഴിൽ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്തു. ഈ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇതിലാണ് അടുത്ത ഭേദഗതി വന്നത്. അവിടെ 3 കാര്യങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ആർട്ടിക്കിൾ 39A അതിൽ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് തുല്യനീതിയും സൗജന്യ നിയമസഹായവും. ഇപ്പോൾ നമ്മൾക്ക് കോടതിയിൽ പോയിട്ട് നമ്മളുടെ കേസ് വാദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഫീസ് കൊടുക്കത്ത് ഒരു വക്കീലിനെ ഏർപ്പാടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലൂടെ ഒരു നിയമവിദഗ്ധനെ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം നിലവിൽ വന്നത് ആർട്ടിക്കിൾ 39A പ്രകാരമാണ്. 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം ആർട്ടിക്കിൾ 39A വെച്ചിട്ടാണ് സൗജന്യ നിയമസഹായം ലഭിക്കുമെന്ന ഒരു ഭരണഘടനയിൽ നിന്ന് നമുക്ക് ഉറപ്പ് ലഭിച്ചത്. അടുത്തത് ആർട്ടിക്കിൾ 43A ആണ്. അതിൽ പറയുന്നത് വ്യവസായങ്ങളുടെ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചിട്ടാണ്. അടുത്തത് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ളൊരു കൂട്ടിച്ചേർക്കലായിരുന്നു. അതായത് ആർട്ടിക്കിൾ 48A ഇത് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന ആൾക്കാരോ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ തന്നെ വനവും വന്യജീവികളുടെ സംരക്ഷണവുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 48A. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് പ്രിയാമ്പിളിൽ വന്ന മാറ്റം, ഫണ്ടമെൻ്റൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ. ഇനി അടുത്തത് നമ്മുടെ ജുഡീഷ്യറിയിൽ എന്ത് മാറ്റമാണ് ഈ 42ാം ഭേദഗതിയിലൂടെ വന്നത് എന്ന് നോക്കാം. ജുഡീഷ്യറിയിൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോർട്ടിൻ്റെയും ജുഡീഷ്യൽ റിവ്യൂവും അതുപോലെ തന്നെ റിട്ടിൻ്റെ അധികാരപരിധിയും കുറയ്ക്കുകയാണ് ഉണ്ടായത്. ഇനി ആർട്ടിക്കിൾ 83 എന്ന് പറഞ്ഞാൽ ലോക്സഭയുടെ ടേം, അതായത് കാലാവധി,
പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 83. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 172 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ടേം പറയുന്ന കാലാവധി പറയുന്ന ആർട്ടിക്കിളാണ്. ഈ 2 ആർട്ടിക്കിളിൽ മാറ്റം വരുത്തുകയുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം ഒരു ലോക്സഭയുടെ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ നിയമസഭയുടെയും കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. പക്ഷേ ഈ 42ാം ഭേദഗതിയിലൂടെ അത് 6 വർഷമാക്കി. അങ്ങനെ ശ്രീമതി ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയ 5ാം ലോക്സഭയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം നാൾ നീണ്ടുനിന്ന ലോക്സഭ എന്ന് പറയുന്നത്. അതിൻ്റെ കാലാവധി 5 വർഷവും 10 മാസവും 6 ദിവസവുമായിരുന്നു. അതുകൂടാതെ പാർട്ട് 14A ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തി. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും അതർ ട്രിബ്യൂണൽസും. ആർട്ടിക്കിൾ 323A 323B കൂട്ടിച്ചേർത്തത്. 323A പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ കുറിച്ചാണ്. അതായത് കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ അപ്പോയിൻമെൻറ്റും അതുപോലെ തന്നെ അവരുടെ പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസും അതുപോലെ തന്നെ അതർ ട്രിബ്യൂണൽസ് ആർട്ടിക്കിൾ 323B പ്രകാരം അതർ ട്രിബ്യൂണൽസും, അതായത് ഇപ്പോൾ ലാൻഡിനെ സംബന്ധിച്ചുള്ള ലാൻഡ് ട്രിബ്യൂണൽ, അതുപോലെ തന്നെ ടാക്സിനെ സംബന്ധിച്ചിട്ടുള്ള ടാക്സ് ട്രിബ്യൂണൽ, ഇതെല്ലാം നിലവിൽ വന്നത് ഈ 42ാം ഭേദഗതിയിൽ പാർട്ട് 14A ട്രിബ്യൂണലുകൾ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ്. ഇനി അടുത്തതായിട്ട് മാറ്റം വന്നത് ആർട്ടിക്കിൾ 352 അതായത് ആർട്ടിക്കിൾ 352 പ്രകാരം എമർജൻസി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താമെന്നുണ്ടല്ലോ. അത് നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താമെന്നുള്ള വന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352 ഭേദഗതി വരുത്തിയിട്ട്. അടുത്തത് ആർട്ടിക്കിൾ 368 അതായത് 368 ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭേദഗതി തന്നെ, ഭരണഘടനാ ഭേദഗതി തന്നെ. അതിലാണ് വീണ്ടും മാറ്റങ്ങൾ വരുത്തിയത്. അതായത് 368 4 അതുപോലെ തന്നെ 368 5 2 ക്ലോസുകൾ ചേർക്കുകയുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമല്ല എന്നാണ് 368 4 പറഞ്ഞത്. അതുപോലെ തന്നെ 368 5 പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിന് യഥേഷ്ടം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നൽകുന്നതായിരുന്നു 368 5. അങ്ങനെയാണ് ഭരണഘടനയിലെ ഭേദഗതികളിലെ മാറ്റങ്ങൾ വന്നത്. ഇനി അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഒറ്റ ടൈമിൽ മാറ്റാമായിരുന്നത് 6 മാസത്തേക്കായിരുന്നു. പക്ഷേ ഈ 42ാം ഭേദഗതിയിലൂടെ അത് 1 വർഷത്തേക്ക് കൂടി നീട്ടാമെന്നുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റി. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് വിദ്യാഭ്യാസം, അതായത് എഡ്യൂക്കേഷൻ. രണ്ടാമത്തേത് വനങ്ങൾ. മൂന്നാമത്തേത് വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. നാലാമത് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അതായത് അളവുകളും തൂക്കങ്ങളും. അഞ്ചാമത്തേത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോർട്സ്, അതായത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒഴികെ ബാക്കി എല്ലാ കോടതികളിലെയും ഭരണ സമ്പ്രദായം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഇതൊക്കെയാണ് 42ാം ഭേദഗതിയിൽ നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ. 42ാം ഭേദഗതി ഇത് കൂടാതെ പല കാര്യങ്ങളുമുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അത്രയ്ക്ക് ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനതിൽ ഏകദേശം 10 എണ്ണമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി PSC പറഞ്ഞിരിക്കുന്ന അടുത്ത ഭേദഗതി 44ാം ഭേദഗതിയാണ്. 44ാം ഭേദഗതി 1978 അതായത് 1976 42ാം ഭേദഗതിക്ക് ശേഷം 1978 രണ്ടാമത്തെ വർഷമാണ് 44ാം ഭേദഗതി വന്നത്. ഈ 44ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ 42ാമത്തെ ഭേദഗതിയിൽ വന്ന പല ജനകീയമല്ലാത്ത കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 44ാമത്തെ ഭേദഗതി നിലവിൽ വന്നത്. അന്നത്തെ പ്രധാനമന്ത്രി
കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്ന് പോവുകയും ജനതാ പാർട്ടിയിലെ ശ്രീ മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്ററായി എത്തുകയും അതുപോലെ തന്നെ നീലം സഞ്ജീവ് റെഡ്ഡി പ്രസിഡൻ്റ് ആയിരിക്കുന്ന കാലമായിരുന്നു ഈ 44-ാം ഭേദഗതി വരുന്നത് 1978. പക്ഷേ ഇത് നിലവിൽ വന്നത് 1979-ലാണ്. പക്ഷെ ആദ്യമായിട്ടുള്ളൊരു മാറ്റമെന്ന് പറയുന്നത് ഈ ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ അതിൻ്റെ സാഹചര്യങ്ങളിൽ ആന്തരിക അസ്വസ്ഥത എന്ന പദം ഒഴിവാക്കി സായുധ കലാപം എന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 103-ഉം 192-ഉം പഴയ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഒരു MP-യുടെയോ അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറിൻ്റെയോ ഡിസ്ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പ്രസിഡൻറ്റിനോ അല്ലെങ്കിൽ ഗവർണർക്കോ അധികാരം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ട് അധികാരം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 103-ഉം അതുപോലെ തന്നെ 192-ഉം. അത് 42-ാം ഭേദഗതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പക്ഷേ 42-ാം ഭേദഗതിക്ക് മുന്നേയുള്ള സാഹചര്യം എന്തായിരുന്നോ ആ പൊസിഷനിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇനി 44-ാം ഭേദഗതിയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 361A ആഡ് ചെയ്യാണ് ഉണ്ടായത്. അതായത് പാർലമെൻറ്റിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും സെൻസർഷിപ്പ് ഇല്ലാതെ സ്വതന്ത്രമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയാണ് ചെയ്തത്. അത് ഒരു ഇമ്പോർട്ടൻ്റ് അമെൻമെൻ്റാണ് ആർട്ടിക്കിൾ 361A. പ്രസിഡൻറ്റിൻ്റെ അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം 42-ാം ഭേദഗതിയിൽ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 44-ാം ഭേദഗതിയിൽ അത് കോടതിയുടെ അധികാരം തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. അത് റീസ്റ്റോർ ചെയ്യപ്പെട്ടു. ഇനി നമ്മുടെ സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നത് 44-ാം ഭേദഗതിയിലാണ്. അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതായത് സ്വത്തവകാശം ഉണ്ടായിരുന്നു. സ്വത്തവകാശം അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ആർട്ടിക്കിൾ 31-ലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. ഈ ആർട്ടിക്കിൾ 31-ൽ നിന്ന് നമ്മുടെ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കുകയും പാർട്ട് 12-ൽ, അതായത് പാർട്ട് 3-ലായിരുന്നു ആദ്യം സ്വത്തവകാശം വന്നിരുന്നത്, അത് പാർട്ട് 12-ലേക്ക് കൊണ്ടുപോവുകയും ആർട്ടിക്കിൾ 300A കീഴിൽ സ്വത്തവകാശം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ട് 3-ലാണല്ലോ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത് റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് നമ്മുടെ സ്വത്തവകാശം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാതായി മാറുകയും വെറും ഒരു ലീഗൽ റൈറ്റായി മാറുകയും ചെയ്തത് ഈ 44-ാം ഭേദഗതിയിലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഓർത്തു വയ്ക്കുക. 44-ാം ഭേദഗതിയിൽ നമ്മുടെ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റി ഒരു ലീഗൽ റൈറ്റ് ആക്കുകയാണ്, അതായത് സാധാരണ നിയമാവകാശമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറഞ്ഞാൽ, അതായത് ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളായ ആർട്ടിക്കിൾ 20-ഉം 21-ഉം റദ്ദ് ചെയ്യാനായിട്ട് ഭരണഘടനാ ഭേദഗതികൾ മൂലം സാധിക്കില്ല എന്നുള്ള ഭരണഘടനാ ഭേദഗതി വന്നത് ആർട്ടിക്കിൾ 44-ലാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ പ്രസിഡന്റിന് കേന്ദ്രമന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷൻ, അതായത് രേഖാമൂലമുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാതെ പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ള നിയമവും നിലവിൽ വന്നത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി ഇത് കൂടാതെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ 42-ാം ഭേദഗതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ആർട്ടിക്കിൾ 368 ക്ലോസ് 4-ഉം അതുപോലെ തന്നെ 368 ക്ലോസ് 5-ഉം ഏർപ്പെടുത്തിയിരുന്നെന്ന്. അതായത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമല്ലെന്നും അതുപോലെ തന്നെ ഭരണഘടന യഥേഷ്ടം ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്നുള്ള 2 ആർട്ടിക്കിൾ. ഇത് 1980-ൽ സുപ്രീം കോടതി മിനർവ മിൽസ് എന്ന കേസിലൂടെ ഇത് റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 368 ക്ലോസ് 4-ഉം ക്ലോസ് 5-ഉം ഇപ്പോൾ നിലവിലില്ല. അതായത് നമുക്ക് ഭരണഘടനാ ഭേദഗതി ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാണെന്ന് അർത്ഥമാക്കുന്നത്.
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ 83 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 172 പ്രകാരം ലോക്സഭയുടെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷമായിട്ട് ദീർഘിപ്പിച്ചിരുന്നു. അത് റദ്ദ് ചെയ്ത് ഈ 44-ാം ഭേദഗതിയിലൂടെ അത് വീണ്ടും 5 വർഷമാക്കി പുനഃസ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോർട്ടുകളുടെയും കുറേ അധികാരപരിധി വെട്ടിക്കുറച്ചതെല്ലാം ഈ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് തിരികെ കൊടുക്കുകയുണ്ടായി. ഇതൊക്കെയാണ് 44-ാം ഭേദഗതിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.